ഹായ് ഹലോ ഏഞ്ചലാണേ. ഞങ്ങൾ 3 പേരും കൂടെ ചെല്ലാനം പള്ളിയിൽ ഞായറാഴ്ച മെയിൻ പെരുന്നാളാണിന്ന്. അപ്പോൾ അത് കൂടാനായിട്ട് പോകുവാണ്. ഇന്ന് ചെല്ലാനത്തോട്ട് പോകാൻ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. കരിന്തളം ഇന്ന് നമുക്ക് വേറെ 1-2 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് കാരണമാണ് ഞങ്ങൾ ഇന്നലെ എല്ലാവരും കൂടെ പോയത്. അപ്പം ഇനി ചെല്ലാനം പള്ളിയിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും വഴിയെ കാണിച്ചു തരാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനത്തെ ഞങ്ങൾ ഫൈനലി ചെല്ലാനത്തെത്തിയിരിക്കുകയാണ്. പ്രദക്ഷിണയ്ക്ക് രൂപ ഇറങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ച് കയറുന്ന ടൈമായി.
ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു മഞ്ഞക്കിളി നടന്നു വരുന്ന കണ്ടില്ലേ? ഇന്ന് മഞ്ഞക്കിളിയായിട്ടാണ് വരുന്നത്. ഇതെൻ്റെ അമ്മച്ചീൻ്റെ അനിയത്തിയുടെ ഫാമിലി കേട്ടോ. തത്തൂൻ്റെ അടുത്ത് വർത്താനം പറയുന്നത് ആൻറ്റിയുടെ മോളാണ് ആ കന്യാസ്ത്രീ കൊച്ച്. എൻ്റെ അനിയത്തി ആട്ടോ അവളെ റോസ്മി. പിന്നെ ഇപ്പറേ അങ്കിള് മെഹൂസിനെ മടിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മോനും കൂടെ ഉണ്ട്. കൊച്ചിപ്പോൾ വെക്കേഷന് വന്നതാണ് കേട്ടോ, കന്യാസ്ത്രീ കൊച്ച്. അപ്പോൾ അവർ പെരുന്നാളിന് വന്നതാണ് എല്ലാവരും കൂടെ. ചെല്ലാനം പള്ളിയിലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരത്തി ആട്ടോ ദേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഷീഫി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇവിടെ കാറ്റഗിസം ടീച്ചേഴ്സായിട്ട് പഠിപ്പിച്ചത്. അവൾ എൻ്റെ ഇളയതാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല ഒരു ബോണ്ടാണുള്ളത്. ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് എവിടെ അവളെന്നെ കണ്ടില്ല ഞാൻ അവിടെ നിൽക്കുന്നത്. അവളുടെ കുഞ്ഞും അമ്മയുമാണത്. ശരിക്കും കൂടപ്പിറപ്പ് പോലെ കേട്ടോ അവളെനിക്ക്. അങ്ങനെ അവളെന്നെ കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ നേർച്ചയിട്ട് ഇറങ്ങിയപ്പോൾ അവളുടെ പുറകെ ചെന്ന് പിടിച്ചു. ഇത് അവളുടെ മോള്. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇത് ചേച്ചിയുടെ ഫാമിലിയാണ്. ചേച്ചിയുടെ മമ്മിയും അപ്പിച്ചിയും ഇത് ചേച്ചിയുടെ അനിയൻ അപ്പുവും. പിന്നെ മള്ളിമുറ്റത്ത് നിന്ന് പിള്ളേർ വെറുതെ വിടുമോ? അവർക്ക് ആവശ്യമുള്ള ടോയ്സും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് മേടിച്ചു പിള്ളേർ. പിന്നെ അവർക്കുള്ളതും വീട്ടിലത്തേക്ക് യൂക്കൂനും ഒക്കെ ഉള്ളതും കൂടെ എല്ലാം വാങ്ങിച്ച് ഞങ്ങളിതേ നേരെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ഇത് അനിലാണ്. അനിലിപ്പോൾ ഡീക്കനാണ്. അപ്പം അവനെ കണ്ട് അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദേ വരുന്നടാ നമ്മുടെ താരം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആങ്ങള, ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ട്. മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഐറ്റം. ഇതെൻ്റെ അച്ചാച്ചൻ്റെ വേറൊരു പെങ്ങളുടെ ഫാമിലി ആട്ടോ. പിന്നെ അവരുമായിട്ടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെ വർത്താനവും വിശേഷവും കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ദേ ആൻറ്റിയൊക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം കന്യാസ്ത്രീ കൊച്ച് 10 ദിവസത്തെ വെക്കേഷന് വന്നതാണ്. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇറങ്ങി പോകാനായിട്ട്. ദേ ആ ബ്ലാക്കാണ് ആൻറ്റിയുടെ മോൻ. അച്ചാച്ചൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ അനിയനാണ് കേട്ടോ. പിന്നെ അവർ ഇറങ്ങി പോകാൻ രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് കേട്ടോ കഴിച്ചത്. കാരണം അപ്പവും അപ്പിച്ചിയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഇച്ചാൻ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചത്. പിന്നെ ഞങ്ങളിതേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് രാത്രി തന്നെ ഞങ്ങളിതേ മാരാരികുളത്തോട്ട് പോകാൻ ഇറങ്ങി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.